Hello everyone, welcome to Cheese and Pepper. ഞാൻ അൽമ സൂസൻ. ആഘോഷങ്ങളിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് പായസം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ചിങ്ങമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ചിങ്ങമ്പഴത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏത്തപ്പഴവും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് പഴത്തിൻ്റെ എണ്ണവും കൂട്ടാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. കാഷ്നട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കാം. ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ്ചർ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കര പാനിയാണ് കേട്ടോ. ഈ ശർക്കര പാനി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 250 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കരയൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു ചേരും. ഇപ്പോൾ പായസത്തിന് കുറച്ചുകൂടെ മധുരം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന ശർക്കരയുടെ അളവ് കൂട്ടാം കേട്ടോ. ശർക്കര പാനിയൊക്കെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നെയ്യുടെ സ്മെല്ലും ആ ഒരു ഫ്ലേവറും ഒക്കെ ഇതിനുണ്ടാവും. അപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേസമയം നിങ്ങൾക്ക് അത്രയും നെയ്യ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ടോട്ടലി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഇല്ലാതെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു 2 ഏലക്ക അങ്ങോട്ട് എടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഏലക്കായുടെയും അതുപോലെ നെയ്യുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് ഒരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഇതൊരു ലൈറ്റ് ഷെയ്ഡായിരുന്നു അല്ലേ. നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് 1-ാം പാലെടുത്ത് 2-ാം പാലെടുത്തൊക്കെയാണ് നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലേ. ഈ പായസത്തിൽ നമ്മൾ പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സിനും അതുപോലെ കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഫാമിലിയിലുള്ളവരെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാവുന്നൊരു റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് തിളപ്പിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് പശുവും പാലാണ് കേട്ടോ. പാല് ഒരുമിച്ച് 1 കപ്പ് ഇതിലേക്ക് ഒഴിക്കരുത്. കുറേശ്ശെ വേണം നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പാല് മുഴുവൻ നമ്മളിപ്പം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ആ വൈറ്റിഷ് കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബനാന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you so much for watching Cheese and Pepper. This is Alma Susan signing off. Until we meet in our next video. Bye-bye.